നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂബ്സ് വേൾഡ്. ഇടുക്കിയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇടുക്കിയിലേക്ക്. കാഴ്ചകളുടെ കലവറയാണ് ഇടുക്കി. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിലേക്ക് പോകുന്ന വഴിക്കും ഒരുപാട് കാഴ്ചകളുണ്ട്, കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പോകുന്ന റൂട്ടിൽ മലങ്കര ഡാം ഉണ്ട്, അതുപോലെ നാടുകാണി പവലിയൻ ഉണ്ട്, കുളമാവ് ഡാം ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലുള്ളത് ഇടുക്കി കാഴ്ചകളിലെ മെയിൻ ഹൈലൈറ്റായ ഇടുക്കി ഡാം ബോട്ടിംഗ്, അതുപോലെ തന്നെ ഹിൽ വ്യൂ പാർക്ക് എന്ന് പറയുന്ന അഡ്വഞ്ചർ പാർക്കുമാണ്. ഹിൽ വ്യൂ പാർക്ക് എന്നുള്ള ഇടുക്കി ഡാമിൻ്റെ കാഴ്ച ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഈ ഹൈ റേഞ്ച് റോഡിൽ കൂടെയുള്ള യാത്ര തന്നെ ഒരു സ്പെഷ്യൽ ഫീല് വരും. അതിൻ്റെ കൂടെ ചെറുതായിട്ടുള്ള മഴയും അതുപോലെ തന്നെ ചെറിയ തണുത്ത കാറ്റും ഒക്കെ വരുമ്പോൾ തന്നെ ഈ റോഡിൽ കൂടെയുള്ള യാത്ര ശരിക്കും ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാം ബോട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ KCBയുടെ ബോർഡ് കാണാം, വെൽക്കം ടു ചെറുതോണി ആൻഡ് ഇടുക്കി ഡാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അഡൾട്ട്സിന് ഒരാൾക്ക് 145 രൂപയാണ് റേറ്റ് വരുന്നത്. 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 5 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 85 രൂപയാണ് റേറ്റ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് താഴോട്ടുണ്ട് നമ്മുടെ ഡാം ബോട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഏരിയയിൽ പെടുന്നതാണ് ഈ സ്ഥലമൊക്കെ. നമ്മൾ വരുന്ന വണ്ടിയിൽ തന്നെ നമുക്ക് ബോട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവാം. അപ്പോൾ ഈ സ്ഥലമാണ് ബോട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് ബോട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത സീനിക് ബ്യൂട്ടിയാണ് ഇവിടെ. ഒരു മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇരുണ്ടുകൂടി നിൽക്കുന്നുണ്ട്, ചെറിയ തണുത്ത കാറ്റും ഉണ്ട്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ ഇവിടെ. പിന്നെ ഇവിടെ സ്റ്റേ ഫെസിലിറ്റി ആയിട്ട് 3 കോട്ടേജസ് ഒക്കെ കണ്ടു. ഫോറസ്റ്റിൻ്റെ കീഴിലുള്ളതാണത്. ബാച്ചിലേഴ്സാണ് സാധാരണ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറ്. ചോദിച്ചവരൊന്നും അങ്ങനെ ഫാമിലിക്കായിട്ട് അത് സജസ്റ്റ് ചെയ്തില്ല. അങ്ങനെ നമുക്ക് പോകാനുള്ള ബോട്ട് വന്നു. ഒരു സമയത്ത് 16 പേർക്കാണ് ബോട്ടിൽ കയറാൻ പറ്റുക. അപ്പോൾ സേഫ്റ്റിയൊക്കെ കൺസിഡർ ചെയ്ത് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മെയിൻ കാര്യമാണ് ഇടുക്കി ഡാമിലെ ബോട്ടിംഗ്. 1/2 മണിക്കൂറാണ് ബോട്ടിങ്ങിൻ്റെ ഡ്യൂറേഷൻ. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ 4 മണി വരെയാണ് ബോട്ടിംഗ് ഉള്ളത്. ഇടുക്കി ഡാമിൽ കൂടി പോകുമ്പോൾ നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം മൊബൈലും ക്യാമറാസും ഒന്നും പെർമിറ്റഡ് അല്ല. അതുകൊണ്ട് ഡാം അടുത്തുനിന്ന് കണ്ടുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. ഏറ്റവും നല്ല ഓപ്ഷൻ ഡാം ബോട്ടിംഗ് തന്നെയാണ്. പിന്നെ അഡ്വഞ്ചർ പാർക്കിൽ പോയാൽ കുറച്ച് ഹൈറ്റിൽ നിന്ന് ഡാമിൻ്റെ അടിപൊളി വിഷ്വൽസ് കിട്ടും. ഇടുക്കി പവർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 ഡാമുകളാണ് ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം. ഇവിടെ നിന്ന് 43 കിലോമീറ്റർ ദൂരെയുള്ള മൂലമറ്റത്താണ് ഇതിൻ്റെ പവർ ഹൗസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷനാണ് മൂലമറ്റത്ത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം കാണാൻ പറ്റുക ചെറുതോണി ഡാമാണ്. 138 മീറ്റർ ഹൈറ്റും 650 മീറ്റർ നീളവും ഉണ്ട് ചെറുതോണി ഡാമിന്. ഇടുക്കി, കുളമാവ്, ചെറുതോണി 3 ഡാമുകൾക്ക് കൂടിയിട്ട് സിംഗിൾ റിസർവോയർ, 60 സ്ക്വയർ കിലോമീറ്റർ ഏരിയ വരുന്ന സിംഗിൾ വാട്ടർ ബോഡിയാണത്. ചെറുതോണി ഡാമിൽ നിന്ന് 1 കിലോമീറ്റർ മാറി ഇത് നേരെ കാണുന്ന കുറവൻ കുറത്തി മലകളുടെ ഇടയിലുള്ള ഡാമാണ് ഇടുക്കി ഡാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കുറവൻ മല, റൈറ്റ് സൈഡിൽ കാണുന്നത് കുറുത്തിമല. അപ്പോൾ ആദ്യം നമുക്ക് ചെറുതോണി ഡാം എന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇതാണ് ചെറുതോണി ഡാമിൻ്റെ ഷട്ടർ. 5 ഷട്ടറാണ് ടോട്ടലുള്ളത്. ഇടുക്കി ഡാമിൻ്റെ ഷട്ടേഴ്സ് തുറക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും തുറക്കുന്നത് ഈ ചെറുതോണി ഡാമിൻ്റെ ഷട്ടേഴ്സാണ്. ഇടുക്കി ഡാം ആർച്ച് ഡാമാണ്, അതിന് ഷട്ടേഴ്സ് ഇല്ല. ഈ ഡാമിൽ ഏകദേശം 30ഓളം തരത്തിൽ മീനുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആദിവാസികൾക്ക് മാത്രമാണ് ഈ ഡാമിന് മീൻ പിടിക്കാനായിട്ട് ഗവൺമെൻറ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. 1992 ഡാം തുറന്നപ്പോൾ ഏകദേശം 80 കിലോയോളം വരുന്ന വലിയ മീനൊക്കെ വരെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടുന്ന്. ഏഷ്യയിലെ ആദ്യത്തെയും ലോകത്തിലെ തന്നെ 2ാമത്തെയും ആർച്ച് ഡാമാണ് ഈ കാണുന്ന ഇടുക്കി ഡബിൾ കർവേച്ചർ ആർച്ച് ഡാം. 555 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ്. 1200 മീറ്ററാണ് ഡാം ടോപ്പിൻ്റെ നീളം.
ഡാം ടോപ്പിൻ്റെ വീതി 25 അടിയാണ്, പക്ഷേ താഴ്ഭാഗത്തെ ഡാമിൻ്റെ വീതി 65 അടിയുണ്ട്. രണ്ട് മലകൾക്കിടയിലുള്ള നാരോ സ്പേസിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഈ മലകളുടെ ഇടയിലുള്ള നാരോ സ്പേസ് അല്ലെങ്കിൽ ഒരു ഇടുക്കിൽ കൂടി പെരിയാർ ഒഴുകുന്ന കൊണ്ടാണ് സ്ഥലത്തിന് ഇടുക്കി എന്ന പേര് തന്നെ വന്നത്. 1963 തുടങ്ങി 76 ഇതിൻ്റെ പണി കഴിഞ്ഞത്. അതായത് 13 വർഷം എടുത്തു പണി കഴിയാനായിട്ട്. ഇടുക്കി, കുളമാവ്, ചെറുതോണി 3 ഡാമുകൾക്ക് കൂടി അന്നത്തെ കാലത്ത് 110 കോടി രൂപയാണ് എക്സ്പെൻസ് വന്നത്. 220 ലക്ഷം മാൻ പവറാണ് അന്ന് യൂസ് ചെയ്തത്. ഈ കുറവൻ മലയിലെ ചെറിയൊരു ഗുഹ പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് വൈശാലി ഗുഹ. പണ്ട് വൈശാലി എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. ഡാമിൽ കൂടിയൊക്കെ പോകുന്ന സമയത്ത് ഈ ഗുഹയിൽ കൂടിയൊക്കെ പോകാനോ അതിൻ്റെ അകത്ത് കയറാനോ ഒക്കെ പറ്റും. ഡാമിൻ്റെ പുറകിൽ കാണുന്ന പ്രദേശമൊക്കെ ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഏരിയയാണ്. 100ഓളം ബട്ടർഫ്ലൈ സ്പീഷീസ് അവിടെയുണ്ട്. അതുപോലെ തന്നെ മൈഗ്രേറ്ററി ബേർഡ്സ് കൂടെ കൂട്ടി 200ഓളം ബേർഡ് സ്പീഷീസ് ഉണ്ട്. അതുപോലെ ഒരു 500ഓളം തരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ 110 ടൈപ്പ് തുമ്പികളും അതുപോലെ തന്നെ 64 ടൈപ്പ് ഉറുമ്പുകളും ഒക്കെ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ വൈൽഡ് ലൈഫ് സൈറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് വെള്ളം കയറിയ ഏരിയയൊക്കെയാണ് ഈ പുല്ലൊന്നും ഇല്ലാതെ കാണുന്നത്. നല്ല മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഡാമിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ടുള്ള സമയത്തൊക്കെ ഡാമിൽ ബോട്ടിംഗ് ഉണ്ടാവില്ല. ബോട്ടിംഗ് കഴിയാറായ സമയമായപ്പോഴത്തേക്കും ചെറിയ മഴയൊക്കെ പെയ്തു തുടങ്ങി. അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇടുക്കിയിൽ വരുന്നവർ ബോട്ടിംഗ് മിസ് ചെയ്യരുത്. അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടുത്തെ അഡ്വഞ്ചർ പാർക്കായ ഹിൽ വ്യൂ പാർക്കിലേക്കാണ്. ഡാം ബോട്ടിംഗ് പോയിന്റിന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഹിൽ വ്യൂ പാർക്കിലേക്ക്. അപ്പോൾ ഈ അഡ്വഞ്ചർ പാർക്ക് കുറച്ച് ഹൈറ്റിലാണ്. അപ്പോൾ ചെറിയൊരു കയറ്റമുള്ള റോഡാണ്. ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് നേരം നടക്കാനുണ്ട് ഇങ്ങനെ ചെറിയൊരു കയറ്റമുള്ള റോഡിൽ കൂടെ. കുറച്ച് കയറി കഴിയുമ്പോൾ അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഹിൽ വ്യൂ പാർക്കിൽ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് മാത്രമല്ല, നമുക്ക് ഇടുക്കി ഡാമിൻ്റെ കുറച്ചുകൂടി മുകളിൽ നിന്നുള്ള നല്ലൊരു അടിപൊളി വ്യൂ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് എൻട്രി പാസ് എടുക്കാനുണ്ട്. അഡൾട്ട്സിന് 25 രൂപയാണ് റേറ്റ്. സീനിയർ സിറ്റിസണും 10 വയസ്സിൽ താഴെയുള്ളവർക്കും 15 രൂപയാണ് റേറ്റ്. ഇവിടെയുള്ള ആക്ടിവിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഓരോ റൈഡിൽ കയറുന്നതിന് മുമ്പായിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ടിക്കറ്റ്സ് നമ്മൾ എടുക്കണം. അപ്പോൾ സിപ്പ് ലൈനും ജയൻറ്റ് സ്വിങ്ങിനുമാണ് റേറ്റ് കൂടുതൽ, 200 രൂപയാണ്. ബർമ ബ്രിഡ്ജ്, സ്കൈ സൈക്കിളൊക്കെ ഇവിടെ ഉണ്ട്. അഡ്വഞ്ചർ പാർക്ക് കുറച്ച് ഹൈറ്റുള്ള ഏരിയയിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ശരിക്കും നല്ല കാണേണ്ടത് തന്നെയാണ്. ചെറുതോണി ഡാമിൻ്റെ ഇടുക്കി ഡാമിൻ്റെയൊക്കെ ശരിക്കും ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇടുക്കി ഡാമിൻ്റെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഇവിടെ നിന്ന് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് ചെറുതോണി ഡാം കാണാം. അതുപോലെ തന്നെ കുറവൻമലയിലുള്ള വൈശാലി ഗുഹ, പിന്നെ ഇടുക്കി ഡാം, കുറത്തിമല, ഡാമിൻ്റെ റിസർവോയർ, അതിൻ്റെ ചുറ്റുമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ഒക്കെ നന്നായിട്ട് കാണാം ഇവിടുന്ന്. ജയൻറ്റ് സ്വിങ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള റൈഡ്. 3 പേർക്കാണ് ഒരു സമയത്ത് ജയൻറ്റ് സ്വിങ്ങിൽ പോകാൻ പറ്റുക. നമ്മുടെ വാഗമണിലെ വീഡിയോയിൽ ഇതുപോലെ ജയൻറ്റ് സ്വിങ് ഉണ്ടായിരുന്നു. അവിടെ ജയൻറ്റ് സ്വിങ് മുകളിലേക്ക് പോയിട്ട് വരുമ്പോൾ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജാണ് കാണാൻ പറ്റുക. ഇവിടെ നമ്മൾ സ്വിങ്ങിൽ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ശരിക്കും നേരെ മുമ്പിൽ ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാമിൻ്റെ നല്ല അടിപൊളി മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ പെട്ടെന്ന് ആ ഹൈറ്റിൽ പോകുന്ന ഒരു ചെറിയ ടെൻഷനിൽ നമുക്ക് ഡാമിൻ്റെ വ്യൂ ഒന്നും അത്ര പെട്ടെന്ന് നന്നായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു 1.5 എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടുത്തെ ഈ ജയൻറ്റ് സ്വിങ്ങിലെ റൈഡ്. കുട്ടികൾക്കും അഡൾട്ട്സിനും പറ്റിയ സെപ്പറേറ്റ് റൈഡ്സ് ഉണ്ട്. കുട്ടികൾക്ക് കുറച്ചുകൂടി ചെറിയ റൈഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ട്രാംപലിൻ, അഡ്വഞ്ചർ ടവർ അങ്ങനത്തെ റൈഡ്സ് ഒക്കെ ഉണ്ട്.
ഇതിനകത്ത് തന്നെ ചെറിയൊരു വാട്ടർ ബോഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്രോസ് ആയിട്ടാണ് സിപ്പ് ലൈൻ ഉള്ളത്. 2 പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയ കപ്പിൾ സിപ്പ് ലൈനാണ് ഇവിടെ ഉള്ളത്. ചെറുതായിട്ടൊന്ന് ഇരുട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഡാമിന് പിന്നെയും കുറേ കൂടി ഭംഗി തോന്നും. കുറവൻ മലയിലുള്ള വൈശാല ഗുഹയൊക്കെ ഇവിടെ നോക്കിയാൽ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വിഷ്വൽസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏകദേശം 8 ഏക്കറിലായിട്ടാണ് ഈ അഡ്വഞ്ചർ പാർക്ക് ഉള്ളത്. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. എന്നും രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പാർക്കിൻ്റെ ടൈമിംഗ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട്. ചായയും സ്നാക്സും ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ പെഡൽ ബോട്ടിംഗ്, കുട്ടവഞ്ചി അങ്ങനത്തെ റൈഡ്സ് ഒക്കെ ഇവിടുത്തെ ഈ വാട്ടർ ബോഡിയിലുണ്ട്. ഇരുട്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഡാമിൻ്റെ മുകളിലുള്ള ലൈറ്റ്സ് ഒക്കെ ഓണായി. പിന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്നാലും ഡാമിൻ്റെയും ചുറ്റുമുള്ള ഏരിയയുടെ ഒക്കെ നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ ഇടുക്കി ഡാം ബോട്ടിങ്ങിൻ്റെ അഡ്വഞ്ചർ പാർക്കിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്